സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലും വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രമേയമാണ് സമസ്തയുടെ സമ്മേളന വേദിയിൽ വെച്ച് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ ന്യായീകരിച്ചു പോന്നിരുന്ന ഒരു വിഷയത്തെ പ്രമേയത്തിലൂടെ അവരുടെ മുന്നിൽ തന്നെ വലിച്ചു കീറുകയാണ് സമസ്തയുടെ സമ്മേളനത്തിൽ. വല്ലാത്തൊരു പ്രതിരോധത്തിലേക്കാണ് സമസ്തയുടെ സമ്മേളനം കഴിയുന്നതോടുകൂടി UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമസ്തയുടെ സമ്മേളന വേദിയിൽ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളന വേദിയിൽ UDFിനെയും മുസ്ലിം ലീഗിനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പ്രമേയ അവതരണത്തിലൂടെ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസമായി CPIM നേതാക്കൾ നിരന്തരം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദമുഖങ്ങളാണ്. എന്തൊക്കെയാണ് CPIM നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദം ആശയം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും ഹുക്കുമത്തെ ഇലാഹി ദൈവരാഷ്ട്ര സങ്കല്പത്തിലൂടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി രാഷ്ട്രീയ ബന്ധവുമുണ്ടാക്കി ഈ നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കരുത് എന്ന് CPIM നേതാക്കൾ നിരന്തരം പറയുന്ന ഒരു വിഷയമാണ്. അത് ആവർത്തിച്ച് സമസ്ത പ്രമേയമാക്കി മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയിരിക്കുന്ന വേദിയിൽ പ്രമേയമാക്കി അവതരിപ്പിച്ചുകൊണ്ട് സമസ്ത വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുകയാണ്. സമസ്തയുടെ നിലപാട് CPIM നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ്. അല്ലാതെ UDF സ്വീകരിക്കുന്ന പോലെ 4 വോട്ടിന് വേണ്ടി എന്ത് നെറികെട്ട നിലപാടും സ്വീകരിക്കുക എന്നത് തെറ്റായ സമീപനമാണെന്ന് സമസ്ത പച്ചക്ക് പറയുകയാണ്. നമുക്ക് സമസ്തയുടെ സമ്മേളന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ആ പ്രമേയം ആദ്യമൊന്ന് കേൾക്കാം. രാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്ന വൈകാരിക പ്രകടനങ്ങളിലൂടെയും രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയത്തിലൂടെയും മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റാൻ ശ്രമിക്കുന്ന മൗദൂദിസ്റ്റ് വിചാരധാരകൾ ഗൗരവതരമായ വെല്ലുവിളിയാണ്. നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വഴി നടത്തുന്ന ഭൗതികമായ കടന്നുകയറ്റങ്ങളെയും സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടകളെയും തിരിച്ചറിയേണ്ടതുണ്ട്. അഹ്ലുൽ സുന്ന വൽ ജമാഅത്തിന്റെ പൈതൃകമായ സഹിഷ്ണുതയും സൗഹൃദവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം വിഘടനവാദ ചിന്താഗതികളെ ആശയപരമായി പ്രതിരോധിക്കാനും സമുദായത്തിന്റെ തനിമ നിലനിർത്താനും എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് സമസ്ത 100ാം വാർഷിക സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDFിനെ സംബന്ധിച്ച് ഏതു വിധേനയും ഏതു ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടായാലും അധികാരത്തിലേറുക എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ വാർത്താമാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നതിൽ തകരാറില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ മുനയൊടിക്കുന്ന ഒരു പ്രമേയമായി പോയി സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെയോ ഏത് വർഗീയ പിന്തിരിപ്പൻ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടായാലും അധികാരത്തിലേറുക എന്നൊരു സമീപനമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വീകരിച്ചു പോരുന്നത്. അതിനെതിരെ ഉള്ള ഏറ്റവും കടുത്ത ഒരു പ്രതിരോധം തീർക്കുന്ന സമസ്തയുടെ ഈ പ്രമേയം മുസ്ലിം ലീഗിനെയും UDFിനെയും വല്ലാത്ത പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അതിനെതിരെ എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് സമസ്ത ആഹ്വാനം ചെയ്യുന്നത്. ഇതോടുകൂടി ഈ ജമാഅത്തുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിൽ ഇനി എന്തു മാറ്റമാണ് UDF കൊണ്ടുവരാൻ പോകുന്നത് എന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം.